ഇന്നത്തെ വീഡിയോ തിരുവല്ലയുടെ ആനന്ദവും മല്ലപ്പള്ളിയുടെ പരമാനന്ദവും എന്ന വിഷയമാണ്. മറ്റൊന്നുമല്ല, തിരുവല്ല ടൗണിൽ നിന്ന് ആരംഭിച്ച് മല്ലപ്പള്ളി ടൗണിൽ അവസാനിക്കുന്ന എന്ന് പറഞ്ഞാൽ തിരുവല്ല താലൂക്കിൻ്റെ ആസ്ഥാനമായ തിരുവല്ല ടൗണിൽ നിന്നും മല്ലപ്പള്ളി താലൂക്കിൻ്റെ ആസ്ഥാനമായ മല്ലപ്പള്ളി ടൗണിലേക്ക് 14 കിലോമീറ്റർ ദൂരമുണ്ട്. തിരുവല്ല മല്ലപ്പള്ളി റോഡെന്നറിയപ്പെടും. ഈ റോഡ് ഒരു അപാരതയാണ്, ഒരു വിസ്മയമാണ്, ഒരു പുരാവസ്തു വിസ്മയമാണ്, ഒരു പുരാവസ്തു അപാരതയാണ്. അനേകരെ ത്രസിപ്പിക്കുന്ന ഈ റോഡിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇത് തിരുവല്ലക്കാരുടെ ആനന്ദമാണെന്ന് പറയാനും മല്ലപ്പള്ളിക്കാരുടെ പരമാനന്ദമാണെന്ന് പറയാനും കാരണമുണ്ട്. ആ കാരണങ്ങളൊന്നൊന്നായി ഞാൻ വിശകലനം ചെയ്യുകയാണ്. നിങ്ങൾ കേരളത്തിലെ ഒരു പൗരനാണെങ്കിൽ അഥവാ ഒരു മലയാളിയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു അപാരതയുള്ള, അതായത് നമ്മളെ ത്രസിപ്പിക്കുന്ന, നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു റോഡാണ് ഇത്. കാരണം 1960-ൽ കാളവണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്ന, കാളവണ്ടിയിലെ ചരക്കുകൾ കയറ്റിയിറക്കി കാളവണ്ടി പൊക്കിക്കൊണ്ടിരിക്കുന്ന റോഡുകളുണ്ട്. ആ റോഡ് അതേ രീതിയിൽ സംരക്ഷിച്ചിരിക്കുകയാണ് ഈ തിരുവല്ല മല്ലപ്പള്ളി റോഡ്. ഈ 14 കിലോമീറ്റർ ദൂരത്തിൽ ഒരു 500 പഞ്ചർ ഒട്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ റോഡിൻ്റെ ഇരു സൈഡിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. തീർത്തും വീതി കുറഞ്ഞ ഈ റോഡ് നടുക്കൂടെയും രണ്ട് വശത്തും വെള്ളയടിച്ച്, അതായത് ഹൈവേ ആക്കിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഈ റോഡിന് വരുന്ന ഒരു വ്യത്യാസം. എന്നാൽ ഈ റോഡ് ചെയ്യുന്ന സേവനം വളരെയാണ്. ഇത്രമാത്രം കുണ്ടും കുഴികളുമുള്ള ഈ റോഡ് ഇതുപോലെ സംരക്ഷിക്കുന്ന ഒരു പ്രക്രിയയെ എത്ര പുകഴ്ത്തിയാലും മതിയാകുകയില്ല. കാരണം ഇത് ഒരു ടെക്സ്റ്റ് ബുക്ക് ലെസണായിട്ട് ഈ റോഡിനെ എടുക്കാം. കാരണം 60കളിലെ റോഡുകൾ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്തിരുന്നു, എങ്ങനെ അതിനെ തനതായ രീതിയിൽ സംരക്ഷിച്ചിരിക്കുന്നു, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വാല്യൂ, കൺസ്ട്രക്ഷൻ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ബിടെക് പഠിക്കുന്ന സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യും. കാരണം ഇതുപോലെ ഒരു റോഡ് കേരളത്തിൽ ഇനി നിങ്ങൾക്ക് കണ്ടെത്താനൊക്കത്തില്ല. അത്രമാത്രം പ്രായോജകരുള്ള ഒരു റോഡാണ്. അത് ഓരോന്നായി പറയാം. ഒന്നാമത്തെ പ്രായോജകർ നമ്മളിവിടെ ഉള്ളവരല്ല, പഞ്ചാബിലും ഡൽഹിയിലുമുള്ള സർദാർജിമാരാണ്. അവരാണ് സ്പെയർ പാർട്സുകൾ ഉണ്ടാക്കുന്നത്. ഇതുവഴി ഓടുന്ന വണ്ടികൾക്ക് സ്പെയർ പാർട്സും റിപ്പയറിങ്ങുമായിട്ട് ധാരാളം ലക്ഷക്കണക്കിന് രൂപ പഞ്ചാബിലോട്ടും ഡൽഹിയിലോട്ടും സർദാർജിമാരുടെ പോക്കറ്റിലേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ഇരു സൈഡിലുമായി ഏകദേശം 30-ലധികം വർക്ക്ഷോപ്പുകളുണ്ട്. 2 വീലറുണ്ട്, 3 വീലറുണ്ട്, 4 വീലറുണ്ട്. ഏകദേശം 30 മുതൽ 50 വരെ വർക്ക്ഷോപ്പുകളുണ്ട്. അത്രയും കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നു. അത് ഈ റോഡിൻ്റെ ഒരു വലിയ ഒരു നേട്ടമാണ്. അപ്പോൾ അങ്ങനെ സ്പെയർ പാർട്സ് കച്ചവടം, വർക്ക്ഷോപ്പിൻ്റെ വർക്കുകൾ, ഇങ്ങനെ വളരെയധികം പ്രയോജനമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡ് അനേകർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. പ്രയോജനം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നട്ടലിൻ്റെ കണ്ണി അകലുക, അല്ലെങ്കിൽ അതിനെ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ പ്രൊലാപ്സ് എന്ന് പറയും. മെഡിക്കൽ ടൈം അതാണ്, പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ. കണ്ണി വരിക, പൊട്ടുക, നട്ടലിൻ്റെ കണ്ണികൾ പൊട്ടുക, നട്ടലിന് കാര്യമായി ക്ഷതമേൽക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ അറിയാൻ വയ്യാത്ത ആളുകൾ ആദ്യം ചെയ്യുന്നത്, ഇവിടെ 10ഓളം വൈദ്യശാലകൾ ഇതിൻ്റെ ഇരു സൈഡിലായിട്ടുണ്ട്. ഈ വൈദ്യശാലയിലുള്ള ആളുകൾക്ക് ഒരു ജീവിതം കൊടുക്കുകയാണ് ഇവർ. ഈ ആളുകൾ അവിടെ ചെല്ലുകയും ഈ 10ഓളം വൈദ്യശാലയെ പോഷിപ്പിക്കുകയും അവിടെയുള്ള ജീവനക്കാർക്കും അവിടെയുള്ള വൈദ്യന്മാർക്കും ഒക്കെ ധാരാളം സമ്പത്ത് ഉണ്ടാകാനുള്ള വഴി, അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ കടന്നു പോകാൻ ഈ റോഡ് വളരെയധികം സഹായിക്കുന്നു. അതാണ് മറ്റൊന്ന് പ്രധാനം. മൂന്നാമത്, ഈ റോഡിൽ സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ്, 2-2.5 മാസം മുമ്പ് മാടമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനിൽ 2 യുവാക്കൾ മരണപ്പെട്ടു. അങ്ങനെ പലരും പല രീതിയിൽ മരണപ്പെടുകയും മാരകമായി പരിക്കേൽക്കുകയും നടുവൊടിഞ്ഞൊക്കെ ആശുപത്രി കിടപ്പുണ്ട്. പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യന് ഏത് ബസ്സിൽ സഞ്ചരിച്ചാലും, കാറിൽ സഞ്ചരിച്ചാലും, ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചാലും, സ്കൂട്ടറിൽ സഞ്ചരിച്ചാലും ഇത് തന്നെയാണ് ഗതി. ബൈക്കിൽ സംഭവം. അപ്പോൾ ധാരാളം പേര് രോഗികളാകുന്നുണ്ട്.
ഇങ്ങനെ അവർക്ക് ഈ നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ വരുന്നത് കൊണ്ട് ഈ 2 മെഡിക്കൽ കോളേജ് ഇവിടെയുണ്ട്. ഒന്ന് പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, 2 ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ്. അതിനോടൊപ്പം തന്നെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ സായിപ്പിൻ്റെ ആശുപത്രി എന്ന് പറയുന്ന തിരുവല്ല മെഡിക്കൽ മിഷൻ. അങ്ങനെ 3 മേജർ ഹോസ്പിറ്റലുകൾ ഈ റോഡിൻ്റെ ഒരു സൈഡിലായിട്ടുണ്ട്. ഇപ്പം പുഷ്പഗിരി മെഡിക്കൽ കോളേജും ബിലീവേഴ്സ് മെഡിക്കൽ കോളേജും സായിപ്പിൻ്റെ ആശുപത്രിയും, ഇങ്ങനെ 3 മേജർ ആശുപത്രികളും മെഡിക്കൽ കോളേജും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഈ റോഡ് ധാരാളം രോഗികളെ ഈ എല്ല് സംബന്ധമായ, നട്ടെല്ല് സംബന്ധമായ അല്ലെങ്കിൽ ഓർത്തോപീഡിക്കായിട്ടുള്ള ധാരാളം രോഗികൾ, ഓർത്തോപീഡിക് പേഷ്യൻസ് ധാരാളമുണ്ട്. അവിടെയുള്ള ഡോക്ടർമാർക്ക് വളരെയധികം അവരുടെ ടാർഗറ്റ് നിറയ്ക്കാൻ ഈ രോഗികൾ വളരെയധികം സഹായിക്കുന്നു. മാത്രമല്ല ഈ ആശുപത്രിയുടെ നിലനിൽപ്പിന് വേണ്ടി ഏകദേശം 25 ലക്ഷം രൂപയോളം പ്രതിമാസം ഈ ആശുപത്രിയിൽ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോഴങ്ങനെയും ഈ റോഡ് വളരെ ഹെൽപ്ഫുള്ളാണ്. അടുത്തതായി പറയുകയാണെങ്കിൽ ഈ റോഡിൽ ഈ ആളുകൾ ഇങ്ങനെ മരിക്കുന്നതും അപകടം സംഭവിക്കുന്നതുകൊണ്ട് പത്തനംതിട്ടയിൽ മോട്ടോർ ക്രൈം ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു MACT, മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഒരു കോടതി, ഒരു ജില്ലാ കോടതിക്ക് ഏകദേശം തുല്യമായൊരു കോടതിയാണത്. അവിടുത്തെ ജില്ലാ ജഡ്ജിയാണ് അതിൻ്റെ മേലധികാരി. അപ്പോൾ ആ ജഡ്ജി മുതൽ താഴോട്ടുള്ള കോടതി ജീവനക്കാർക്ക് അവർക്ക് ശമ്പളം കിട്ടാനും അവരുടെ ജോലിക്ക് ധാരാളം ചെല്ലുകയും അങ്ങനെ ധാരാളം കേസുകൾ ഉണ്ടാകുകയും 100-ലധികം വക്കീലന്മാർക്ക് വർഷത്തിൽ ഒരു 10,500 കേസുകൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം വക്കീലന്മാരുടെ കുടുംബവും ഈ കോടതി ജീവനക്കാരും എല്ലാം രക്ഷപ്പെടുന്നത് ഈ റോഡ് മുഖേനയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൗരാണികമായ ഈ റോഡിനെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഒരു 60 വർഷം 70 വർഷം മുമ്പുള്ള കേരളത്തിൻ്റെ റോഡിൻ്റെ ആ കൺസ്ട്രക്ഷൻ ആ പുരാതന റോഡ് എങ്ങനെയാണെന്ന് അവർക്ക് പഠിക്കാൻ യാതൊരു മാർഗവുമില്ല. ഇതാവുമ്പോൾ അതിൻ്റെ ലൈവായിട്ടുള്ള പ്രദർശനം അവിടെ ഉണ്ട്. അപ്പം കഴിയുന്നതും ഇത്രമാത്രം പ്രായോജകർക്ക് പ്രയോജനം ചെയ്യുന്ന, ഇത്രമാത്രം ബെനിഫിഷ്യറികളെ ഉണ്ടാക്കുന്ന ഒരു റോഡ് കേരളത്തിലില്ല. അപ്പോൾ ഈ പുരാതന റോഡ് സന്ദർശിക്കുവാൻ കേരളത്തിലെ എല്ലാ പൗരന്മാരും തയ്യാറാകണം. മലയാളികൾ ഇത് കണ്ട് ആസ്വദിക്കണം. മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതാണ് ഞങ്ങൾ അപ്പച്ചന്മാരൊക്കെ സഞ്ചരിച്ചിരുന്ന കാളവണ്ടിയൊക്കെ പോടുന്ന ഒരു റോഡാണിത് എന്ന് പറഞ്ഞ് അവരെ കാണിച്ചു കൊടുക്കണം. അത്ര പുരാതനമായ ഈ റോഡ് തീർച്ചയായിട്ടും ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് നമ്മൾ അറിയിച്ചാൽ മാത്രം മതി. അടുത്തതായിട്ട് ഈ റോഡിനെ നാം ഇങ്ങനെ ഇത്രമാത്രം സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട് ഇത്രമാത്രം, അതായത് കുഴികൾ, കുന്നുകൾ, പഞ്ചറൊട്ടിച്ചത്, പഞ്ചറില്ലാത്ത ഒരു മീറ്റർ, ഓരോ മീറ്ററിലും 3 പഞ്ചർ വെച്ചുണ്ട്. പിന്നെ ഇരു സൈഡിലും വലിയ കൊക്കകൾ രൂപപ്പെട്ടിരിക്കുകയാണ് മഴ പെയ്ത്. അതായത് ഒരു സ്കൂട്ടറുകാരൻ പോയാൽ അവൻ്റെ കച്ചവടം തീർന്നത് തന്നെ. അപ്പം ഇത്ര മനോഹരമായ, സുന്ദരിയായ, ഇത്ര നമുക്ക് വളരെയധികം ത്രസിപ്പിക്കുന്ന, നമുക്ക് അഭിമാനം ഇറ്റിറ്റ് വീഴുന്ന ഈ റോഡ് തീർച്ചയായിട്ടും ഈ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുകയും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.